മാർക്കസ് മർഗുലാണ് ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് മാർക്കസ് മർഗുലോയ്ക്ക് മുമ്പേ തന്നെ ന്യൂസ് 9 ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനാവാൻ പോകുന്നത് ഹൈദരാബാദ് എഫ് സിയെ ചാമ്പ്യന്മാരാക്കുകയും എഫ് സി ഗോവയെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ താരങ്ങളുടെ പ്രതിഭയെ കൈവെള്ളയിൽ എന്ന വണ്ണം അറിയുകയും ചെയ്യാവുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായിട്ടുള്ള മനോലോ മാർക്കസ് വിൽ റൂൾ ഇന്ത്യൻ ഫുട്ബോൾ ഫോർ സെവറൽ ഇയേഴ്സ്. ഇന്ത്യൻ ഫുട്ബോളിനെ ഇനി നയിക്കാൻ പോകുന്നത് മനോലോ മാർക്കസ് എന്ന പരിശീലകൻ തന്നെയാണ്. ഒരു വല്ലാത്തൊരു രീതിയിൽ കൂടിയാണ് ഈ ഭരണം പോകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഒരുപക്ഷേ ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കാം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിന്റെ പരിശീലകൻ തന്നെ ഒരു നാഷണൽ ടീം പരിശീലകനായിരിക്കുന്നത്. ആക്ച്വലി ഇത് പല മാൻഡേറ്റുകൾക്കും മാനദണ്ഡങ്ങൾക്കും ഉള്ള ലംഘനമാണ്. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി ചുമതല ഏറ്റെടുക്കുന്ന മനോലോ മാർക്കസ് എഫ് സി ഗോവയുടെയും പരിശീലകനായി തന്നെ ചുമതലയിൽ തുടരും. 2025 31 മെയ് വരെ അദ്ദേഹം എഫ് സി ഗോവയുമായിട്ടുള്ള കോൺട്രാക്ട് ഉള്ളിടത്തോളം കാലം അവരുടെ പരിശീലകനായിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പാർട്ട് ടൈം കോച്ചായിരിക്കും. അതിനുശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പെർമനന്റ് കോച്ചായും അദ്ദേഹം മാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഏതായാലും മനോലോ മാർക്കസ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു വരവ് തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ കൈവെള്ളയിൽ എന്ന വണ്ണം അറിയാവുന്ന താരമാണ് മനോലോ മാർക്കസ്. യുവ താരങ്ങളെ ഒരുപാട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഡിസിഷൻ ഈസ് വെരി വെരി ബ്രില്യന്റ് മൂവ് ആൻഡ് റിയലി ഹാറ്റ്സ് ഓഫ് ടു കല്യാൺ ചൗബേ.